ഭാര്യയും മകളും വിട്ടുപോയതിനുള്ള വൈരാഗ്യമാണ് തുടക്കം. അയാൾ ദുർമന്ത്രവാദിയോ അല്ല, അയാൾ മദ്യപാനിയോ അല്ല, അത് ഒരു സീരിയൽ കില്ലറാണെന്ന് വേണമെങ്കിൽ പറയാം. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പോത്തുണ്ടി ബോയൻ നഗർ ഇരട്ട കൊലപാതക കേസിലാണ് ഇപ്പോൾ നിർണായക നിരീക്ഷണം കഴിഞ്ഞ ദിവസം തന്നെ കോടതി നടത്തിയിരുന്നത്. കൊടും കുറ്റവാളിയായിട്ടുള്ള ചെന്താമര ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ വാദപ്രതിവാദങ്ങൾ നടന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള MJ വിജയകുമാർ സാർ ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ തന്നെ ലഭിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. പ്രോസിക്യൂഷൻ്റെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുള്ള നിരവധി സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധികളും അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കോടതി കൂടാതെ 2 പ്രൊബേഷണറി പ്രൊബേഷണർ ഓഫീസറുടെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടു. അത് കോടതിയിലെത്തി. അതേപോലെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, അതും കോടതിയിലെത്തി. ഇനി ഒന്ന് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഒന്ന് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കോടതിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നാളേക്ക് വെച്ചിട്ടുള്ളത്. അതിലും ഒരു വാദം ഉണ്ടാവും. സജിത കൊലക്കേസിൽ വിചാരണ വേളയിൽ തന്നെ അപൂർവങ്ങളായിട്ടുള്ള കേസാണെന്ന് ഈ ചെന്താമരയെക്കുറിച്ച് കോടതി നിരീക്ഷിച്ചതാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തുടർച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടാകും. അതുൾപ്പെടെ വിധിയെ സ്വാധീനിക്കുമെന്ന് വിലയിരുത്താം. ഉറപ്പായിട്ട്. കാരണം നമ്മൾ ഈ കേസ് നടത്തുമ്പോൾ തന്നെ ആ കേസിൻ്റെ വിധിപറപ്പടക്കം കോടതിയിൽ കൊടുത്തിട്ട് അത് കോടതി തെളിവായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വിധിയും അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ക്രൈമായിട്ടും കോടതി കാണേണ്ടതാണ്. ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചെന്താമര ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതിൽ രക്തക്കറ പുരണ്ടത്, രണ്ടാമത് ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊടുവാൾ, ഈ 2 കാര്യങ്ങൾ മാത്രമല്ല ശാസ്ത്രീയ തെളിവുകളുണ്ട്. അത് നിർണായകമായി. അത് മാത്രമല്ല, ഈ കേസിൽ അയാളുടെ കയ്യിലത്തെ സെൽസും ഈ മരണപ്പെട്ട ആൾക്കാരുടെ സെൽസും എല്ലാം ആ വെപ്പനിലുണ്ടായിരുന്നു, കൊടുവാളിൻ്റെ സ്റ്റിക്കിൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വരാത്ത ഒരു സംഭവമാണ്. ഈ കേസിൽ അതെല്ലാം വരികയും അത് സാക്ഷികൾ പ്രതിയാണെന്ന് പ്രൂവ് ചെയ്യുകയും പറ്റിയിട്ടുള്ളതാണ് ഇൻവെസ്റ്റിഗേഷനിൽ. സാക്ഷികൾ കാര്യമായിട്ട് ഈ സംഭവം കണ്ട ദൃക്സാക്ഷികളില്ല എന്നൊരു വാദം പ്രതിഭാഗം ഉയർത്തിയല്ലോ, അത് തിരിച്ചടിയാകും. വിശേഷം നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത സാക്ഷികളായിട്ടുള്ള ആ മേഖലയിലൊരു പ്രദേശവാസികളും മറ്റു 3 ആളുകളും കൂറുമാറിയിരുന്നല്ലോ. ഇതിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് വേണമെന്ന് അത് മാത്രം ഉണ്ടായാലും കൊടുക്കാം. അത് ഡെത്ത് സെൻറ്റൻസ് നോക്കാനുള്ള കാര്യം മെയിനായിട്ട് നോക്കേണ്ടത് അയാൾ സൊസൈറ്റിക്ക് ഒരു ത്രെട്ടാണോ, അയാളുടെ റിഫർമേഷനും റീഹാബിലിറ്റേഷനും ചാൻസ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് ധാരാളം അത് നമ്മൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് യാതൊരു ചാൻസും ഇല്ല, അയാൾ ബോൺ ക്രിമിനലാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും അയാൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ഡെത്ത് പെനാൽറ്റി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു അപ്പീലിന് പോകാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ, അതൊക്കെ മുൻനിർത്തി അത് തിരിച്ചടിയാകും. ഇല്ല, അപ്പീൽ എന്ന് പറയുന്നത് പ്രതിഭാഗത്തിൻ്റെ ഒരു റൈറ്റാണ്. എന്ത് ശിക്ഷ കൊടുത്താലും അവർ അപ്പീൽ പോകും. അപ്പോൾ അതും ഒരു തടസ്സമല്ല. പിന്നെ ഡെത്ത് പെനാൽറ്റി കൊടുക്കുമ്പോൾ ഹൈക്കോടതി വേഗം ആ കേസ് കേൾക്കുന്നു മാത്രം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണമാണെങ്കിലും കോടതി നടപടികളാണെങ്കിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ പൂർത്തിയാകുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുൾപ്പെടെ ഒരു സെൻസേഷണൽ കേസായതുകൊണ്ടാണോ അങ്ങനെയൊക്കെ തന്നെ? അങ്ങനെയല്ല. കാരണം 2019 ഒരു കൊലപാതകം നടന്നു, അതിൻ്റെ എവിഡൻസാണ് വേഗം എടുത്തത്. അത് എടുത്ത ഉടനെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഈ മറ്റേ കേസിനും അത് ബുദ്ധിമുട്ടാകും. കാരണം ഒരു കേസ് എടുത്തിട്ട് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന്, കാരണം അയാൾ പുറത്ത് അണ്ടർഗോയിങ് പ്രിസണറുമാണ്. അപ്പോൾ അത് വേഗം എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് കോടതിക്ക് സെൻസേഷണൽ എന്ന് പറഞ്ഞിട്ടല്ല എടുത്തത്. അതിൻ്റെ സാക്ഷികൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയതുകൊണ്ടും അതിൻ്റെ സാക്ഷികളെല്ലാം കറക്റ്റായിട്ട് പറയാൻ റെഡിയാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടും, കാരണം അവർക്കൊരു പേടിയോ ഒന്നും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് വേഗം കോടതി പരിഗണിച്ചത്. വേണ്ടി ചോദിക്കുന്നത് അവസാനമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്ത് ചില നറേഷൻസ് ഉള്ളത് ഇയാളൊരു ദുർമന്ത്രവാദിയെ കണ്ടു, അയാൾ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇയാൾ തുടർച്ചയായിട്ട് മദ്യപിച്ചിരുന്ന ഒരാളാണ്, അതുൾപ്പെടെ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. അതാണോ അതോ യഥാർത്ഥത്തിൽ ഇയാളൊരു സാഡിസ്റ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു? അയാൾ ഇത് പറഞ്ഞതെല്ലാം ഒരു ഇല്യൂഷൻ സ്റ്റോറീസാണ്. അങ്ങനെ ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല. അയാൾ ദുർമന്ത്രവാദിയോ അല്ല, അയാൾ മദ്യപാനിയോ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അറിവിൽ. അല്ല, സൈക്കോപാത്തിനൊന്നുമല്ല. അയാൾക്കൊരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഉള്ള ഒരു ക്യാരക്ടറാണ്. സൈക്കോപാത്തെന്നല്ല. ഈ കൊലപാതകങ്ങളുടെ ഇന്റൻഷൻസ് എന്താവും? അത് ഒരു സീരിയൽ കില്ലറാണെന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ആ രീതിക്കുള്ള സ്വഭാവമുള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിർത്തില്ല. അയാൾ ഭാര്യ വിട്ടുപോയതിൻ്റെ വൈരാഗ്യമാണെന്നൊക്കെയുള്ളൊരു, ഭാര്യയും മകളും വിട്ടുപോയതിൻ്റെ ഉള്ള വൈരാഗ്യമാണ് തുടക്കം. അതിന് ഇവരാണ് കാരണം. അതായത് ആ ലേഡിയുടെ ഫ്രണ്ട്സാണ് കാരണം, അയൽക്കൂട്ടത്തിലുള്ള ആൾക്കാരാണ് കാരണം എന്നാണ് അവർക്കുള്ള, അതാണ് കാരണം. തുടർ നടപടികളൊക്കെ അവസാനിച്ച് എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് വിധി? ഇപ്പോൾ നാളെ റിപ്പോർട്ട് വന്നു വെച്ചാൽ കോടതി ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വിധി പറയും.
കൂടെ നിൽക്കുന്ന ലൈസൺ ഓഫീസർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും കാര്യമായി സഹായിച്ചു എന്നുള്ള കേസ്. ഉറപ്പായിട്ട് ഇവരെല്ലാം എൻ്റെ ലൈസൻസ് ഓഫീസറാണ് ജിനു എന്ന് തുടക്കം തൊട്ടേ എല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. അതേപോലെ രമേശ് പറഞ്ഞ റേസ് ഉണ്ടായിരുന്നു, അയാളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എസ് പിയും ഒരുപാട് മോണിറ്റർ ചെയ്തിട്ട്, അന്ന് അജിത് കുമാർ ആയിരുന്നു എസ് പി, മൂപ്പറും നല്ല മോണിറ്റർ ചെയ്തിട്ട് എല്ലാം. പിന്നെ എൻ്റെ ഒരു ജൂനിയർ അനീഷ പറഞ്ഞിട്ട് അവരും നല്ല ഒരു ടീം വർക്കായിട്ടാണ് ചെയ്തത്. പിന്നെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടീം വർക്കായിട്ടാണ് നടത്തിയത്. അതിൻ്റെ ഒരു വിജയം കൂടിയാണത്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഹാജരാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാകും. പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിക്കും, അതിനുവേണ്ടി തന്നെയാണ് വാദിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം വീണ്ടും കൊലപാതകങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുൾപ്പെടെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും കോടതിയിൽ നിന്നുണ്ടാവുക എന്ന പ്രതീക്ഷയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള വിജയകുമാർ റിപ്പോർട്ടർ ടിവിയോട് പങ്കുവെക്കുന്നത്. കേരളം ഉറ്റുനോക്കുന്ന ആ വിധി ഒരു പക്ഷേ കോടതി നടപടികൾ പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.